ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. ആടുജീവിതത്തിൻ്റെ 16-ാം ദിനത്തെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് കടന്നു വരാം. അതിനു മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തെന്ന കാര്യം പരിഗണിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. 509ഓളം ഷോകൾ ഇതുവരെ ട്രാക്ക് ചെയ്യപ്പെട്ടപ്പോൾ 58% ഒക്യുപ്പൻസിയിൽ സിനിമ നേടിയിരിക്കുന്നത് 1,26,00,000 രൂപയാണ് എന്നുള്ളതാണ്. അതായത് ഫൈനൽ 1,43,00,000 രൂപ വരും ട്രാക്കിംഗ് എന്നാണ് ഇതുവരെ കാണിക്കുന്നത്. ഇന്നലെ ഇതേ സമയം സിനിമയ്ക്ക് 1,69,00,000 രൂപയാണ് ട്രാക്കിങ്ങിലൂടെ ലഭിച്ചിരുന്നത്. അതായത് 2.5 കോടിക്കടുത്താണ് സിനിമയ്ക്ക് ഇന്നലെയും കളക്ഷൻ ഉണ്ടായിരുന്നത്. ഇന്ന് നേരിയ ഇടിവ്, അതായത് 20% ഇടിവ് ഉണ്ടാകുമെന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് സിനിമയ്ക്ക് ഏറെക്കുറെ 2 കോടിക്ക് മുകളിലേക്കുള്ള കളക്ഷൻ തന്നെ ഇന്നും സ്റ്റഡി ആയിട്ടുണ്ടാകും. ഇതിനോടകം തന്നെ 60 കോടിയും കഴിഞ്ഞ് സിനിമ കുതിക്കുകയാണ്. ആടുജീവിതം എന്ന സിനിമ നേരിടുന്നത് വലിയ രീതിയിലുള്ള ഒരു ഡീഗ്രഡേഷനാണ് ഇപ്പോൾ എന്ന് പറയാം. മറ്റുള്ള സിനിമകൾ റിലീസായതോടെ ആടുജീവിതത്തെ വലിയ രീതിയിൽ കളക്ഷൻ ഡീഗ്രേഡിംഗ് ആണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സിനിമയ്ക്ക് ബാക്കിയുള്ള സിനിമകളെക്കാൾ കൂടുതൽ കളക്ഷൻ വരുമ്പോഴും കുറഞ്ഞ കളക്ഷൻ കാണിക്കുന്നു പലരും എന്നുള്ളതാണ്. എന്താണേലും ഒരു കാര്യം നമുക്ക് വ്യക്തമാകുന്നു, ആടുജീവിതത്തിൻ്റെ മുന്നിലേക്ക് കയറാൻ വേറെ സിനിമകളൊന്നും തന്നെ ഇല്ല സമീപകാലത്ത് എന്നുള്ളതാണ്. ഇതിനോടൊപ്പം ഇറങ്ങിയ എല്ലാ സിനിമകളെക്കാളും കൂടുതൽ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നത് ആടുജീവിതം തന്നെയാണ്. നിങ്ങൾക്ക് കമൻസിലൂടെ ഒന്ന് പറയാം, നിങ്ങൾ ഏത് സിനിമയാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്, കണ്ടതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, അതായത് ആടുജീവിതം തുടങ്ങി ഇപ്പോൾ റിലീസ് ചെയ്ത സിനിമകൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കാത്തിരിക്കുന്ന സിനിമ ഏത്, അങ്ങനെയൊക്കെയുള്ള നിങ്ങൾക്കൊന്ന് കമൻസിലൂടെ രേഖപ്പെടുത്താം. എന്തായാലും ആടുജീവിതം ഇതിനോടകം തന്നെ വേൾഡ് വൈഡ് ആയിട്ട് 130 കോടി ഒഫീഷ്യലായി കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വന്നു. ഒരു 5 ദിവസത്തെയോളം കളക്ഷൻ റിപ്പോർട്ടുകൾ ഇനിയും പുറത്തു വരാനുണ്ട്. അതായത് സിനിമ ഏറെക്കുറെ 150 കോടി ടച്ച് ചെയ്യാറായിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിലും സപ്പോർട്ട് ചെയ്യണം. ഗ്രേറ്റ് മീഡിയാസ്.